ഗുഡ് മോർണിംഗ്. സമയം കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിണ്ടാവും 7:45 ആയപ്പോഴാണ് എനിക്കിനെ കാര്യം പിടികിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലാട്ടാ. അതാണ് ഇത്ര ലല്ലലും പാടിയൊക്കെ എഴുന്നേക്കണം. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ കസേരയിൽ ഒരു ഇരിപ്പ് പതിവാട്ടാ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ അപ്പം അമ്മച്ചി പറഞ്ഞിരിക്കാണ്ട് പോയി അവന് ചായ കൊടുക്കടിയെന്ന് പറഞ്ഞപ്പം വേഗം ചേട്ടായിക്ക് പോയി ചായക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെയും വന്ന് കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പിന്നെ അമ്മച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ശീലാട്ട് ഇങ്ങനെ പാത്രത്തിൽ കാപ്പി എടുത്ത് അത് വെള്ളത്തിൽ വെച്ച് ആറ്റി കുടിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ചൂടാറിയ ചായ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പഴയ ശീലങ്ങളൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ അധികം നേരമില്ല, ഒന്നാമത്തെ നേരം വൈകിട്ടല്ലേ എണീറ്റ് വേഗം ഓടിപ്പോയി ചേട്ടായുടെ ഷർട്ടൊക്കെ തേച്ച് പിന്നെ ഇതേ ഡ്രസ്സൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി നോക്കിയപ്പോഴത്തേനും അമ്മച്ചി ഇതേ ചോറൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് 3 പാത്രത്തിൽ ചോറാക്കണേ. പപ്പയ്ക്കും ജീസിനും വേണം, പിന്നെ ചേട്ടായിക്കും വേണം, പിന്നെ അമ്മച്ചിക്കും പോകണം. അമ്മച്ചിക്ക് പക്ഷേ നേരം വൈകിട്ട് പോയാൽ മതി. നേരം വൈകിട്ടെന്നല്ല, എത്ര നേരത്തെ പോകണ്ട. അപ്പം അമ്മച്ചിയുടെ ചോറ് പിന്നെ ആക്കണേ. അപ്പോൾ ഇതേ മീൻ വറുത്തതും മീൻ കറി തന്നെയാണ്, നമ്മുടെ അയിലക്കറി തന്നെയാട്ടോ. ഇവിടെ പിന്നെ വേറെ മീൻ മേടിക്കും, പക്ഷെ ഞാൻ വരണ കാരണം കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അയില തന്നെ വെച്ച് വേറെ കൂട്ടില്ലല്ലോ. അപ്പോൾ ഇതേ 3 ആൾക്കുള്ള ചോറും കറികളൊക്കെ ആക്കി. ചേട്ടായിക്കാണെങ്കിൽ ഞാൻ ചോദിച്ചു ചിക്കനും ബീഫൊക്കെ അമ്മച്ചിട്ട് ചൂടാക്കുന്നുണ്ട്, കൊടുത്തു വിടട്ടെ എന്ന് ചോദിച്ചാൽ അറിയാലോ ചേട്ടായി ഒന്നും കൊണ്ടുപോകാത്ത കാരണം കൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മച്ചിയായിട്ട് ചെയ്തത്, ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇഞ്ചമ്പുളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ അതാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ പപ്പയും ജീസനൊക്കെ പോയിട്ട് അപ്പോൾ ഇച്ചു ആണെങ്കിൽ അവിടുത്തെ പ്രിൻസേരിയുടെ പിള്ളേരുണ്ട്, അവർ വരണത് നോക്കിയിരിക്കുക കളിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഏറ്റുകുത്തി ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ ഞങ്ങൾ രണ്ടാളും കൂടി ചോറുണ്ട്. പിന്നെ അറിയാലോ ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ചേട്ടായിട്ട് കൂടെ ഞാൻ ഒരുമിച്ച് ചോറുണ്ടോ ഒരു കൂട്ടിന്, അല്ലെങ്കിൽ ഒരു നാണം വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയാണല്ലോ. അപ്പോൾ അതേ ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടായി പോയിട്ടാണ്. ഇത്തിരി നേരം വൈകിട്ട് പിന്നെ ഇവിടെ നിന്നായതുകൊണ്ട് പെട്ടെന്ന് എത്തും. അപ്പം നമ്മുടെ അവിടേക്ക് തിരിയണോടത്ത് അറ്റത്തൊരു വളവുണ്ട്. അപ്പോൾ ആ വളവിൽ നിന്ന് ചേട്ടായി പോണ വരെ ഞാൻ കുറച്ച് നേരം നോക്കിക്കും. അത് കഴിഞ്ഞിട്ട് കയറുള്ളൂ. പിന്നെ ദേ അമ്മച്ചിക്ക് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇനി ഏത് ചെടി വേണം ഇതിൽ നിന്ന് കൊണ്ടുപോകാന്നുള്ള നോട്ടാട്ട ഈ നോക്കണത്, വേറൊന്നുമല്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സുഖമായിട്ട് അവിടെ ഇരിക്കില്ല. പിന്നെ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട് കേട്ടോ, ലക്കി എന്നാണ് പേര്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.